Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലുമായി വാഹനയാത്രക്കാരെ കുരുക്കിയിടുന്നത് 5 റെയിൽവേ ഗേറ്റുകൾ. മേൽപ്പാലങ്ങൾ അനുവദിച്ചുവെന്ന പ്രഖ്യാപനമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 പതിറ്റാണ്ട് കഴിഞ്ഞും യാഥാർത്ഥ്യമായില്ല. പ്രക്ഷോഭവുമായി വ്യാപാരികൾ രംഗത്ത്. യാത്ര ചെയ്യുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിലാണ് തൃക്കരിപ്പൂരിനെ വരിഞ്ഞുമുറുക്കി 5 റെയിൽവേ ഗേറ്റുകൾ. തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിൽ ബീരിച്ചേരി റെയിൽവേ ഗേറ്റാണ് വഴിമുടക്കി നിൽക്കുന്നതെങ്കിൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം കണ്ട വലിയ പറമ്പിലേക്കുള്ള കവാടമായ വെള്ളാപ്പ് റോഡിലാണ് രണ്ടാമത്തെ ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അതിരിലുള്ള നടക്കാവ് ഉദിനൂർ പ്രധാന പാതയിലാണ് മൂന്നാമത്തെ റെയിൽവേ ഗേറ്റ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിനടുത്തായാണ് തങ്കയം ഇളമ്പച്ചി പാതയിൽ 4ാമത് ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ തെക്കനതിരിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒളവറ ഉളിയത്തുകടവിലേക്കുള്ള പാതയിലാണ് 5ാമത്തെ റെയിൽവേ ഗേറ്റ്. ഇവിടങ്ങളിലൊക്കെ മേൽപ്പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം അധികൃതർ നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങളെ യാത്രാദുരിതത്തിലാക്കുകയാണ്. വലിയ പറമ്പ്, പടന്ന, തൃക്കരിപ്പൂർ, പിലിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ തീരമേഖലയിലുള്ള 10,000-ങ്ങൾക്ക് ടൗണുകളിലേക്ക് എത്തിച്ചേരാൻ മറ്റ് മാർഗങ്ങളില്ല. രാവിലെ മുതൽ രാത്രി വരെ റെയിൽവേ ഗേറ്റുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവിതചക്രമായി മാറിയിരിക്കുകയാണ് പ്രദേശങ്ങളിലുള്ളവരുടെ ജീവിതം. 40-ൽ പരം സ്വകാര്യ KSRTC ബസ്സുകൾ കടന്നുപോകുന്ന തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലെ ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ 2016-ൽ പ്രഖ്യാപിച്ചതാണ് മേൽപ്പാലം. പക്ഷേ പ്രഖ്യാപനത്തിനപ്പുറം കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സാങ്കേതിക കുരുക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് മേൽപ്പാല നിർമ്മാണം വൈകിപ്പിക്കുന്നത്. 5ഇടങ്ങളിലും മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കണമെന്നും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 28-ന് 100 കണക്കിന് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനമെടുത്തു. കടകളടച്ച് ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് മുതൽ ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷൻ വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 17-ന് വെള്ളിയാഴ്ച വൈകിട്ട് വ്യാപാര ഭവനിൽ വിവിധ സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘാടക സമിതി രൂപീകരണം നടക്കും. വ്യാപാരികളുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരമാണ് സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടം പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു. റെയിൽവേ ഗേറ്റുകൾ അടച്ചിടുമ്പോഴാണ് തൃക്കരിപ്പൂർ ടൗണിൽ നിരന്തരം ഗതാഗത കുരുക്കുണ്ടാകുന്നത്. പ്രശ്നപരിഹാരം വേഗത്തിലുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സെച്ച് അബ്ദുൾ റഹീം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. മേൽപ്പാലങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് തൃക്കരിപ്പൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം 5-ാം തീയതി പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ ധർണ നടത്തുകയും അതിനുശേഷം ഒരു പരിഹാരം കാണാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അടുത്ത സമരങ്ങളിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ട സമരം നിലയിൽ ഈ മാസം അവസാനം തൃക്കരിപ്പൂരിൽ ഒരു മനുഷ്യച്ചങ്ങൽ, എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമായി ആലോചിക്കുന്നതിന് വേണ്ടി നാളെ ഒരു പ്രത്യേക തൃക്കരിപ്പൂരിലെ മുഴുവൻ സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തികളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തൃക്കരിപ്പൂർ വ്യാപാരികൾ ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാവുന്നതുവരെ നിരന്തരം സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി എരിപുരം ഇറക്കത്തിൽ നടപ്പാതയോട് ചേർന്ന് ഓവുചാലിന് മുകളിൽ സ്ലാബില്ലാത്തത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. വാഹനമിടിച്ച് സ്ലാബ് തെന്നിമാറിയതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമായത്. എരിപുരത്ത് നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് ദിവസേന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന വഴിയാണിത്.
കാൽനട യാത്രക്കാർക്ക് ചെറിയൊരു അശ്രദ്ധ പറ്റിയാൽ വലിയൊരു അപകടത്തിന് തന്നെ കാരണമാകും. 1 മീറ്ററോളം ആഴമുണ്ട് ഓവുചാലിന്. ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്ക് ഏതു നിമിഷവും അപകടം സംഭവിക്കാം. മാസങ്ങളായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇതിന് പരിഹാരം കാണാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഇതൊന്നും തങ്ങളുടെ പ്രവൃത്തിയുടെ ഭാഗമല്ല എന്ന മട്ടിലാണ് അധികൃതർ. വലിയൊരു അപകടത്തിനായി കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഞാൻ ഇതുവഴി ഫുട്പാത്ത് വഴി അധികം നടന്നു പോകുന്നത്, രാവിലെയെല്ലാം പോകുന്നതാണ്. ഇതുവഴി പോകുമ്പോൾ അറിയാതെ കാല് വഴുതിപ്പോൾ ആൾ മരണത്തിന് വരെ ഇടാക്കുന്ന ഘട്ടമാണ് ഇവിടെയുള്ളത്. ഇതുപോലെ 2-3 സ്ഥലത്തുണ്ട്. അധികൃതർ ആരും ഇത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. എത്രയും പെട്ടെന്ന് അധികാരികളുടെ മുന്നിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഒരുപാട് കുട്ടികളും പെണ്ണുങ്ങളെല്ലാം ഇതിലെ കൂടെ നടന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഭാഗം തണലാണ്. അപ്പോൾ ഇത് നീങ്ങിയിട്ട് ഇപ്പോൾ തൽക്കാലം ഒരു ഓല വെച്ചിട്ട് ആക്കി ഇത് കൊടുത്തിട്ടായില്ല. ഇതിപ്പം അർജൻറ്റായിട്ട് ഇത് നേരെ ആക്കിയിട്ടില്ലെങ്കിൽ വലിയൊരു അപകടം വരാൻ ചാൻസ് ഉണ്ട്. അപകടം വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഓവുചാലുകൾ ഉണ്ട്. കൃത്യമായ മെയിൻ്റെനൻസ് വർക്ക് നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതാണ് ഇതിന് പ്രധാന കാരണം. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അജൈവ മാലിന്യം സംഭരിക്കാൻ പുതിയ മാതൃകയുമായി പയ്യന്നൂർ നഗരസഭ. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ്, കോത്തായിമുക്ക്, കാനായി എന്നിവിടങ്ങളിലാണ് കണ്ടെയ്നർ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഇതാ ഒരു പുതിയ മാതൃക. പയ്യന്നൂർ നഗരസഭ ഒരുക്കിയ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രമാണിത്. പയ്യന്നൂരിൽ 3 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 10 ടിപ്പറിൽ ഉൾക്കൊള്ളാവുന്ന മാലിന്യങ്ങളാണ് ഇതിൽ ശേഖരിക്കാനാവുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അജൈവ മാലിന്യം സംഭരിക്കാൻ ഇതാ ഒരു പുതിയ മാതൃക. പയ്യന്നൂർ നഗരസഭയൊരുക്കിയ കണ്ടെയ്നർ മാലിന്യ സംഭരണ കേന്ദ്രമാണിത്. 10 ടിപ്പർ ലോറി അജൈവ മാലിന്യം ഇതിൽ സംഭരിക്കാം. റോഡരികിൽ ലഭ്യമായ സ്ഥലത്ത് സുരക്ഷിതമായി സ്ഥാപിക്കാം. കെട്ടിടം പണിയുമ്പോൾ അനുമതി ലഭിക്കാൻ കാലതാമസം വരുന്നതും ഒഴിവാക്കാം. പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗം, കോത്തായിമുക്ക്, കാനായി എന്നിവിടങ്ങളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. 12 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയും 2.5 മീറ്റർ ഉയരവുമുണ്ട്. 4.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 46 വാർഡുകളിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം മൂരിക്കോലിലെ MCFലാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എത്തിക്കാൻ ദൂരം പ്രയാസമായതിനാലാണ് ഇത്തരമൊരു ആശയം ഉയർന്നുവന്നത്. നഗരസഭ പരിധിയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്ന് ഹരിതകർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കും. ഇവ സുരക്ഷിതമായി സംഭരിച്ച് പുനരുപയോഗ യൂണിറ്റുകളിലേക്ക് മാറ്റുന്നതിനാണ് കണ്ടെയ്നർ MCF ഉപയോഗിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയിൽ 3 സ്ഥലത്താണ് ഇപ്പോൾ കണ്ടെയ്നർ MCF നഗരസഭ സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്ന് ദേശീയപാതയിൽ പെൻറ്റ് ഹോട്ടലിൻ്റെ മുൻവശത്തായിട്ട്, ഒരെണ്ണം പയ്യന്നൂർ നഗരത്തിൽ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൻ്റെ പരിസരത്ത് ഒരെണ്ണം കോറോം വില്ലേജിലെ കാനായിലുമാണ് 3 കണ്ടെയ്നർ MCF സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഒരു കണ്ടെയ്നർ MCF തന്നെ ഏതാണ്ട് 12 ടിപ്പർ ലോറിയിൽ ഉൾക്കൊള്ളുന്ന അത്രയും മാലിന്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് കണ്ടെയ്നർ MCF എന്ന് പറയുന്നത്. നമുക്കറിയാം, പയ്യന്നൂർ നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്. അതിൻ്റെ വലിപ്പം കൊണ്ടെല്ലാം വലിയ നഗരസഭയാണ്. ദിനംപ്രതി ടൺ കണക്കിന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന നിലയും പയ്യന്നൂരുണ്ട്. ആ ശേഖരിക്കുന്ന മാലിന്യങ്ങളൊക്കെ ഇപ്പോൾ പയ്യന്നൂർ മൂരിക്കോയിലുള്ള ട്രെഞ്ചൻ ഗ്രൗണ്ടിലാണ് കേന്ദ്രീകരിച്ച് അത് കൊണ്ടിടുന്നത്. അതിൻ്റെ കൂടി ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ വികേന്ദ്രീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് 3 വില്ലേജുകളിലായിട്ട്, വെള്ളൂര്, പയ്യന്നൂർ, കോറം വില്ലേജുകളിലായിട്ട് ഇങ്ങനൊരു കണ്ടെയ്നർ MCF ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ നെറ്റ്വർക്ക് ചാനലിലെ പ്രേക്ഷകരോട് നഗരസഭയ്ക്ക് പറയാനുള്ളത്, വ്യക്തിശുചിത്വം പോലെ തന്നെ സാമൂഹ്യ ശുചിത്വവും ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ നഗരസഭ കൈക്കൊള്ളുമ്പോൾ അതിൻ്റെ കൂടെ ഈ നാടാകെ ഉണ്ടാവണം എന്നത് കൂടിയാണ്. പ്ലാസ്റ്റിക് മാലിന്യവും മറ്റു മാലിന്യങ്ങളും ഒന്നും വലിച്ചെറിയാതെ അതെല്ലാം യഥാവിധി സൂക്ഷിക്കുകയും ആവശ്യാനുസരണം അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്നതിനൊക്കെ നമുക്ക് കാര്യങ്ങളെ മാറാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു മികച്ച ശുചിത്വമുള്ള പയ്യന്നൂരിനെ വാർത്തെടുക്കാൻ നമുക്കെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നതുകൂടി പറയുകയാണ്. മാലിന്യ ശേഖരണത്തിന് പയ്യന്നൂർ നഗരസഭയൊരുക്കിയ ഈ കണ്ടെയ്നർ മാതൃക അഭിനന്ദനാർഹം തന്നെയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് പുസ്തകോത്സവവും ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചു. IRPC ഹെൽപ്പ് ഡെസ്ക് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും ദേശാഭിമാനി ബുക്ക് സ്റ്റാൾ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M വിജിൻ MLAയും ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് പുസ്തകോത്സവവും ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചു. IRPC ഹെൽപ്പ് ഡെസ്ക് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും DYFIയുടെ നേതൃത്വത്തിലുള്ള ദേശാഭിമാനി ബുക്ക് സ്റ്റാൾ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M വിജിൻ MLAയും ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ഉത്സവത്തിന്റെ ഭാഗമായി വർഷങ്ങളായി പുസ്തകോത്സവം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ചിത്രപ്രദർശനവും നടന്നുവരുന്നു.
ധീര രക്തസാക്ഷികളുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഫോട്ടോ പ്രദർശനവും ഏറെ ശ്രദ്ധേയമാണ്. പുസ്തകോത്സവം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം P ഗോവിന്ദൻ, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീധരൻ, KCPIM പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PP ഷാജിർ, സുനീതി, കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. TK ദിവാകരൻ, R ഹിരേഷ്, സുനിൽ സുശീല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് പഴയങ്ങാടി. റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ പയ്യന്നൂർ BRC പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി തൊഴിൽ പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലന കേന്ദ്രത്തിൽ നിന്നും നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശന വിപണനമേള പയ്യന്നൂർ BRCയിൽ നടന്നു. BRC പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി തൊഴിൽ പരിശീലനം നടത്തിവരുന്നു. പ്രത്യാശ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നിന്നും നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശന വിപണനമേള പയ്യന്നൂർ BRCയിൽ സംഘടിപ്പിച്ചു. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, വാഹനങ്ങളുടെ അലങ്കാര വസ്തുക്കൾ, ചകിരി കൊണ്ടുള്ള ശില്പങ്ങൾ, നെറ്റിപ്പട്ടം തുടങ്ങിയവയാണ് പ്രദർശന വിപണനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ബുക്ക് ബൈൻഡിംഗ്, തയ്യൽ പരിശീലനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. സന്തോഷ് KV നടക്കാവാണ് പരിശീലകൻ. ആദ്യഘട്ടത്തിൽ 20ഓളം പേർക്കാണ് പരിശീലനം നൽകിയിരിക്കുന്നത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ഷീബ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KKP സംഗീതയ്ക്ക് ഫ്രെയിം ചെയ്ത നെറ്റിപ്പട്ടം നൽകി വിപണനോദ്ഘാടനം നിർവഹിച്ചു. വിവിധ തരത്തിലുള്ള പരിപാടികളും അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻക്ലൂസീവ് രംഗത്ത് ഏതൊക്കെ രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ സന്നദ്ധതയും അതുപോലെ കഴിവുമുള്ള അധ്യാപകരും അതുപോലെ തന്നെ അത് ചേർത്ത് പിടിക്കാൻ ഭിന്നശേഷി കുട്ടികളുടെ പേരൻസും നല്ല രീതിയിലുള്ള എന്ത് പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്താലും അത് ഏറ്റവും ഭംഗിയായി വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു BRCയും അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവർക്കും നല്ല കഴിവുള്ളവരാണ്. ആ രീതിയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ആ രീതിയിൽ തന്നെ നടത്താറുണ്ട്. എനിക്കറിയാം 2007 മുതൽ പയ്യന്നൂർ BRCയിലെ ഒരംഗമായി പ്രവർത്തിച്ച് ജോലി ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ. സമഗ്ര ശിക്ഷ കേരളം DPO ഡോക്ടർ PK സബിത്, HM ഫോറം കൺവീനർ CV ബാബു, റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ കമലാക്ഷൻ മേലേടത്ത്, ബാബു പള്ളേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ MV വിനോദ് കുമാർ സ്വാഗതവും BRC ട്രെയിനർ T സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്റെ ഊരായ പയ്യന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ശ്രീ നമ്പ്യാത്രകോവിൽ ശിവക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. പുരാതനമായ ഐതിഹ്യം കൊണ്ടും തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രവുമായുള്ള അഭേദ്യമായ ബന്ധം കൊണ്ടും ശ്രദ്ധേയമാണ് നമ്പ്യാത്രകോവിൽ ശിവക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പയ്യന്നൂർ നമ്പ്യാത്രകോവിൽ ശിവക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിന് പിന്നിൽ ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. പുരാതന കാലത്ത് പയ്യന്നൂർ സ്വദേശിയും വേദപണ്ഡിതനുമായ ഒരു നമ്പി ദിവസവും മൈലുകൾ കാൽനടയായി സഞ്ചരിച്ച് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി വരാറുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അവശതകൾ ബാധിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ദേവനെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം അദ്ദേഹത്തെ തളർത്തി. ഭക്തന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ ഭഗവാൻ തൻ്റെ ചൈതന്യം ഭക്തൻ കൊണ്ടുവന്ന ശംഖിൽ ആവാഹിച്ചു കൊടുത്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യാത്രക്കിടയിൽ നിലവിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആൽമരച്ചുവട്ടിൽ ശംഖ് വെച്ച് അദ്ദേഹം ദേഹശുദ്ധി വരുത്താൻ പോയി. തിരികെ എത്തിയപ്പോൾ ശംഖ് കമിഴ്ന്നു കിടക്കുന്നതായും അതിലെ പവിത്രമായ തീർത്ഥജലം ഭൂമിയിൽ പതിച്ചതായും അദ്ദേഹം കണ്ടു. ശ്രീ രാജരാജേശ്വര ചൈതന്യം ഭൂമിയിൽ ലയിച്ച ഈ പുണ്യഭൂമി പിന്നീട് നമ്പ്യാത്രക്കൂവൽ എന്ന പേരിൽ പ്രശസ്തമായി. നമ്പിയുടെ യാത്രാമധ്യേ ചൈതന്യം പതിച്ച കോവൽ എന്നതാണ് ലോപിച്ച് നമ്പ്യാത്രക്കോവലായി മാറിയത്. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലെ അതേ ശക്തിസ്ഥായി ഭാവമാണ് ഇവിടെയും കുടികൊള്ളുന്നത്. ഇതിനാൽ തന്നെ രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ നെയ്യമൃത്, ഉമാമഹേശ്വര പൂജ എന്നിവ ഈ ക്ഷേത്രത്തിലും അതീവ പ്രാധാന്യത്തോടെ നടത്തിവരുന്നു. തളിപ്പറമ്പിൽ വഴിപാട് നടത്തിയാൽ ലഭിക്കുന്ന അതേ ഫലസിദ്ധി പയ്യന്നൂരിലെ ഈ പുണ്യസങ്കേതത്തിലും ഭക്തർക്ക് ലഭിക്കുമെന്നതാണ് ക്ഷേത്രത്തിൻ്റെ സവിശേഷത. പയ്യന്നൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിത്യേന 100 കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി ഇവിടെ എത്തുന്നത്. 18 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്ന ഒരു കലോത്സവ മഹോത്സവമാണ്. അത് വളരെ ഗംഭീരമായിട്ട് നടത്താനുള്ളൊരു പരിപാടി ഏപ്രിൽ 13 മുതൽ നടന്നു വരികയാണ്.
ഏപ്രിൽ 20 ആവശ്യം ഇതിൽ വിവിധമായ കലശകുംഭം, പിന്നെ ദേവനെ പൂജിച്ച ഈ കോയിൻസ്, ബ്രാസ് കോയിൻസ്, വെള്ളി കോയിൻസ് എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം വളരെ ഊർജിതമായ രീതിയിൽ സംഗതികളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെ സഹകരണം, ഭക്തജനങ്ങളുടെ സഹകരണം കിട്ടുന്നതിനാണ്. കമ്മിറ്റി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം 18 വർഷത്തിന് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവമാണ് ഇപ്പോൾ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏപ്രിൽ 13 ആരംഭിച്ച അഷ്ടബന്ധ നവീകരണ കലശം വളരെ ഭക്ത്യാദരപൂർവ്വം ശ്രീ തെക്കനെഴുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് അവരുടെ കാർമ്മികത്വത്തിൽ നടന്നു വരികയാണ്. തളിപ്പറമ്പ് വരെ പോകാൻ കഴിയാത്ത പ്രായമായവർക്കും രോഗികൾക്കും ഒരു ആശ്രയമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. പൗരാണികത വിളിച്ചോതുന്ന ക്ഷേത്രച്ചുവരുകളും ശാന്തമായ അന്തരീക്ഷവും ഭക്തർക്ക് ആത്മീയ അനുഭൂതിയാണ് പകരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരം എഴുത്തുകാരി ജിൻഷ ഗംഗയ്ക്ക് മെയ് 1 കൊൽക്കത്തയിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. വിഷയങ്ങളിൽ വൈവിധ്യങ്ങൾ നൽകുവാനാണ് പുതിയ തലമുറയിലെ എഴുത്തുകാർ ശ്രമിക്കുന്നതെന്നും അത് കാലം മാറുന്നതനുസരിച്ച് കഥാരീതിയിലെ തന്നെ നിരീക്ഷണം മാറുന്നതായിരിക്കാമെന്നും ജിൻഷ ഗംഗ കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. ഇല്ല, പുതിയ കഥകൾ ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതിയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്താ പറയുക, അലിവ് തോന്നുന്ന തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഉദാഹരണം പറയാച്ച ഇപ്പോൾ കുറച്ച് നാൾ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുൻപ് മനോജ് വെങ്ങോല എന്ന് പറഞ്ഞിട്ടൊരു കഥാകൃത്തിൻ്റെ പെരുമ്പാവൂർ യാത്രാ നിവാസം എന്ന് പറഞ്ഞിട്ടൊരു കഥ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് സമകാലിക മലയാളം വാരികയിൽ വന്നിട്ടുള്ള ഒരു കഥ. നമ്മൾ ഈ കടൽ തീരത്തൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ളൊരു വികാരം പോലെ മറ്റൊരു തരത്തിൽ വികാരം ഉളവാക്കിയിട്ടുള്ള നല്ലൊരു കഥയായിരുന്നു പെരുമ്പാവൂർ യാത്രാ നിവാസം. അത്തരത്തിലുള്ള കഥകൾ ഉണ്ടാവുന്നുണ്ട് മലയാളത്തിൽ. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയുക, മുഖ്യധാര ആഘോഷങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു വിമുഖത കാണിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ കഥാകൃത്തുക്കളാണെങ്കിലും പഴയ കഥാകൃത്തുക്കളാണെങ്കിലും ഒക്കെ ആ ഒരു വികാരം ഉണ്ടാക്കുന്ന കഥകളിൽ നിന്ന് മാറ്റിയിട്ട് വായനക്കാർക്ക് എന്താ പറയുക, കുറച്ചുകൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ആലോചന, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമത്തിലെ ക്രാഫ്റ്റിലും വിഷയത്തിലും ഒക്കെ വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. ഒരു തരത്തിൽ അത് വളരെ മികച്ചൊരു മുന്നേറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. മാട്ടൂൽ മടക്കരയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ മാട്ടൂൽ തെക്ക് മുനമ്പ് റോഡിന് സമീപത്തെ മത്സ്യത്തൊഴിലാളി പണ്ണേരി ഹൗസിൽ എം നിഖിലാണ് മരിച്ചത്. മാട്ടൂൽ മടക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കുമുനമ്പ് റോഡിന് സമീപത്തെ മത്സ്യത്തൊഴിലാളി പണ്ണേരി ഹൗസിൽ എം നിഖിലാണ് മരിച്ചത്. തെക്കുമുനമ്പ് റോഡിന് സമീപത്തെ പഴയ വീടിന്റെ പിറകിലാണ് ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹം കണ്ടത്. നിഖിലിന്റെ സുഹൃത്താണ് രാവിലെ നാട്ടുകാരെ വിവരം അറിയിച്ചത്. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരേതരായ പി കല്യാണിയുടെയും അശോകന്റെയും മകനാണ് നിഖിൽ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊടക്കാട് പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയത്തിൽ അവധിക്കാല വായനാ വെളിച്ചം സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ പ്രകാശൻ കരിവള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കൊടക്കാട് പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയത്തിന്റെ ബാലവേദി കൂട്ടുകാർക്കു വേണ്ടി അവധിക്കാല വായനാ വെളിച്ചം പരിപാടി സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയമുറ്റത്ത് നടന്ന പരിപാടി പ്രശസ്ത ബാലസാഹിത്യകാരൻ പ്രകാശൻ കരിവള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒന്നും വായിക്കാത്ത ആളുടെ മനസ്സിലുള്ളത് എത്രയോ ഇരട്ടി വെളിച്ചം ഉള്ളതൊക്കെ വായിക്കുന്ന ആളുടെ മനസ്സിലുള്ള ഒരു സംശയം വേണ്ട. അപ്പൊ നല്ലോണം വായിച്ച് നല്ലോണം വെളിച്ചുണ്ട്. ഈ മനസ്സിലെ വെളിച്ചാണ് മനുഷ്യന് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുക. നമ്മൾ ഉള്ളിൽ കുറേ വെളിച്ചുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംശം പുറത്തേക്ക് കൊടുക്കുക. ഉള്ളിൽ വളരെ കുറച്ച് മാത്രം വെളിച്ചിലേക്ക് പുറത്തേക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ 100 വെളിച്ചുണ്ടെങ്കിൽ 10 വെളിച്ചം പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. ആ 100 വെളിച്ചം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ് വായന. ഗ്രന്ഥാലയം പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി തേജസ്വിനി വായനാ വെളിച്ചം പരിപാടിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശശി പൊള്ളപ്പൊയിൽ, കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പെരുവാമ്പ മൂലവയൽ ഗ്രാമം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി ഉദ്ഘാടനം ചെയ്തു. പെരുവാമ്പ മൂലവയൽ ഗ്രാമം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൂലവയൽ ഗ്രാമോത്സവം നാടിന്റെ ഉത്സവമായി മാറി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരും വിവിധ കലാപരിപാടിയുണ്ട്. എന്നോടും കൂടെ പറഞ്ഞ് ആ പരിപാടി ഒന്ന് സൂക്ഷിച്ചോളണം പറഞ്ഞു. അതുകൊണ്ട് ഞാനും അധികം കാര്യമൊന്നും പറയുന്നില്ല. ഈ നാടിൻ്റെ
ഒരു ഉത്സവമായി ഈ ഗ്രാമോത്സവം ആലോചിക്കുകയാണ്. ഇന്ന് വിഷുവാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പൊൻസുദിനം. സ്വർണ്ണ തിളക്കമുള്ള ഈ സുദിനത്തിലാണ് ഈ ഗ്രാമോത്സവം മൂലമൊരു കൂട്ടായ്മ 2-3 മാസങ്ങൾക്ക് മുമ്പ് ആലോചിച്ചു. ആ 2-3 മാസം മുമ്പ് തന്നെ എന്നെ വിളിച്ചതാണ്. പ്രത്യേകം നമ്മുടെ നേരത്തെ പഞ്ചായത്തിലെ ചെറുപുഴ പഞ്ചായത്തിലെ മെമ്പറൊക്കെ ഞാൻ എന്നോട് അവിടുത്തെ ജീവനക്കാരനായതുകൊണ്ട് എന്നോട് അന്ന് പറയുകയും ചെയ്തു. വാർഡ് മെമ്പർ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പി രാമചന്ദ്രൻ, കെ ബി ബാലകൃഷ്ണൻ, എം ലക്ഷ്മണൻ, കെ അബ്ദുൽ അസീസ്, രാജീവ് പി മാത്യു, ടി വി പ്രദീപ് കുമാർ, പ്രണവ് പെരുവാമ്പ തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ 70 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് നാട്ടുകാരുടെ വിവിധ കലാപരിപാടികളും പിന്നണി ഗായിക കണ്ണൂർ സൈന്യത്ത് നയിച്ച മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിഷുദിനത്തിൽ ഇത്തവണയും മുടങ്ങാതെ വിഷു കൈനീട്ടവുമായി എഴുത്തുകാരനും അധ്യാപകനുമായ പ്രകാശൻ കരിവെള്ളൂർ ഗ്രന്ഥാലയത്തിലെത്തി. വാക്കമ്പലത്തിലെ പൂരം എന്ന തന്റെ ബാലനോവലാണ് പ്രകാശൻ മാസ്റ്റർ ഇത്തവണ കൈനീട്ടമായി നൽകിയത്. എഴുത്തിന്റെ ജനകീയ വഴികളിലൂടെ സഞ്ചരിച്ച് നാടിന് പ്രിയങ്കരനായ സാഹിത്യകാരൻ പ്രകാശൻ കരിവെള്ളൂർ നടത്തുന്ന പുസ്തക കൈനീട്ടം 3ാം വർഷത്തിലേക്ക്. ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്ന തന്റെ പുസ്തകങ്ങളുടെ കോപ്പികൾ പരിസര പ്രദേശത്തെ വായനശാലകൾക്ക് നൽകിക്കൊണ്ട് 2024 വിഷുദിനത്തിലാണ് പ്രകാശൻ കരിവെള്ളൂർ പുസ്തക കൈനീട്ടം പരിപാടി ആരംഭിച്ചത്. ഇത്തവണ വാക്കമ്പലത്തിലെ പൂരം എന്ന തന്റെ ബാലനോവൽ ഓരോ വായനശാല പ്രദേശത്തെയും മികച്ച 10 വിദ്യാർത്ഥികൾക്ക് കൈനീട്ടം നൽകാൻ അധ്യാപകൻ കൂടിയായ എഴുത്തുകാരൻ ഓരോ വായനശാല മുറ്റത്തും എത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 10 ഗ്രന്ഥാലയങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടാണ് ഇത്തവണ പ്രകാശൻ മാസ്റ്റർ പുസ്തക കൈനീട്ടം നൽകിയത്. ഈയക്കാട് AKG വായനശാല, മധുരക്കോട്ട് കരുണാകരൻ സ്മാരക വായനശാല, കരിവെള്ളൂർ A1 ക്ലബ്ബ്, പൊള്ളപ്പൊയിൽ ബാലകൈരളി, മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശാല, പുത്തൂർ ഡോക്ടർ പി ഭാസ്കരൻ സ്മാരക ഗ്രന്ഥാലയം, പെരളം പൊതുജന വായനശാല, സെഞ്ചുറി ഓണക്കുന്ന്, സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം അന്നൂർ എന്നിങ്ങനെ 10 വായനശാലകൾ കേന്ദ്രീകരിച്ച് ആകെ 100 വിദ്യാർത്ഥികൾക്കാണ് എഴുത്തുകാരൻ അക്ഷരസമ്മാനം നൽകിയത്. തന്റെ വീടിനടുത്തുള്ള മധുരക്കോട് കരുണാകരൻ സ്മാരക വായനശാലയിൽ ആരംഭിച്ച പുസ്തകയാത്ര അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിലാണ് സമാപിച്ചത്. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തനതായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞ ഒരു പരിപാടിയാണ് പുസ്തക കൈനീട്ടം. കഴിഞ്ഞ 3 വർഷമായി ഇങ്ങനൊരു പരിപാടിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അത് ഓരോ വായനശാല പ്രദേശത്തെയും മികച്ച വായനക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയ വാക്കമ്പലത്തിലെ പൂരം എന്ന കുട്ടികൾക്കുള്ള നോവലാണ് ഞാൻ സമ്മാനമായി കൊടുത്തത്. പുസ്തക കൈനീട്ടം. ഗ്രന്ഥകാരനെ വരവേൽക്കാൻ ഓരോ വായനശാലയിലെയും പ്രവർത്തകർ ബാലവേദി കുട്ടികളെ തയ്യാറാക്കി നിർത്തിയിരുന്നു. കൈനീട്ട പര്യടനത്തെ തുടർന്ന് ഓരോ ഗ്രന്ഥശാലയും ഈ അവധിക്കാലത്ത് പുസ്തക ചർച്ച, ആസ്വാദനക്കുറിപ്പ് മത്സരം എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കവികളെയും കലാകാരന്മാരെയും ഏറെ പ്രചോദിപ്പിച്ച പൂവാങ്കുറുന്തൽ ഒരു ഔഷധ സസ്യം കൂടിയാണ്. ആയുർവേദം ഇതിനെ ജ്വരഹര ഔഷധമായി കണക്കാക്കിയിരിക്കുന്നു. കവികളെയും കലാകാരന്മാരെയും ഏറെ പ്രചോദിപ്പിച്ച പൂവാങ്കുറുന്തൽ ഒരു ഔഷധ സസ്യമാണ്. ദശപുഷ്പങ്ങളിൽ പെടുന്നതാണ് പൂവാങ്കുറുന്തൽ. ഐശ്വര്യത്തിന് നിദാനമാണ് ഈ ചെടിയെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പഴയ കാലത്ത് വീടുകളിൽ കൺമഷി തയ്യാറാക്കുന്നതിന് ഇത് ഉപയോഗിച്ചിരുന്നു. വാഗ്ബടാനന്ദൻ പൂവാങ്കുറുന്തലിനെ ഏറെ പ്രധാനപ്പെട്ട ഒരു ഔഷധമായാണ് കണ്ടത്. ആയുർവേദം ഇതിനെ ജ്വരഹരൌഷധമായി കണക്കാക്കിയിരിക്കുന്നു. ആസ്ട്രേസി കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം വെർണോണിയ സിനേറിയ എന്നാണ്. ആളൊഴിഞ്ഞ പറമ്പുകളിലും മറ്റും ധാരാളമായി ഇവ വളരുന്നു. നിരവധി രാസഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ നിരവധി രോഗങ്ങൾക്ക് ആശ്വാസം പകരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.